വീഡിയോ കാണുന്ന എല്ലാവർക്കും വിഷു ആശംസകൾ. നമ്മൾ ഇന്ന് പറയുന്നത് ഒരു കോമൺ സൈക്യാട്രിക് കണ്ടീഷനാണ്, സ്കിസോഫ്രീനിയ എന്നുള്ള കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ സാധാരണ ആളുകളിലൊക്കെ കാണാറുണ്ട്. ഈ കണ്ടീഷൻ വന്നു കഴിഞ്ഞിട്ട് ജോലി ചെയ്തൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട്. കറക്റ്റ് പ്രോപ്പർ ടൈം ട്രീറ്റ്മെന്റ് കിട്ടിയാൽ ചില ടൈപ്പ് ഓഫ് സ്കിസോഫ്രീനിയൊക്കെ, പാരനോയിഡ് ടൈപ്പ് സ്കിസോഫ്രീനിയൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ട് ആ ഒരു നോർമൽ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് ഈ സ്കിസോഫ്രീനിയ? സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് മൈൻഡ് എന്നുള്ളതാണ്. സ്കിസോ മീൻസ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക, ഫ്രീനിയ മീൻസ് മൈൻഡ് എന്നുള്ളതാണ്. ഇപ്പൊ യൂഗൻ ബ്ലൂറർ എന്നുള്ള സയന്റിസ്റ്റ് ഡോക്ടർ 1908 ഈ ഒരു വേർഡ് കോയിൻ ചെയ്തത്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്, സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ലൈക്ക് മിസ്ട്രസ്റ്റ് ഇൻ അതേഴ്സ്, അതുപോലെ ഡിസ്റ്റോർട്ടഡ് തോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതായത് മറ്റൊരാളെ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ, സസ്പീഷ്യസ്നെസ്, അതുപോലെ ചിന്തകൾ, അവർക്ക് തന്നെ മനസ്സിലാകാൻ പറ്റാത്ത നിരവധി തരത്തിലുള്ള ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള തോട്ട്സുകൾ വരികയാണ്, കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. ഡിസ്ട്രപ്റ്റീവ് മൂഡ്, അതായത് മൂഡ് ഒരു ഐഡിയ കിട്ടാത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ലൈക്ക് ഡെലൂഷൻസ്, ഹാലുസിനേഷൻസ് ഒക്കെ ഉണ്ടാകാം. അതിന്റെ കൂടെ തന്നെ ഇറിറ്റബിൾ ആയിരിക്കും, പിന്നെ ഡിസ്ട്രപ്റ്റഡ് തോട്ട്സ് ആയിരിക്കും, ഇന്നബിലിറ്റി ടു ട്രസ്റ്റ് അതേഴ്സ്. ഇപ്പൊ ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാണാൻ അവിടെ ഒരു സംഗതി ഇല്ലാത്ത സംഭവം കാണുകയാണ്. വിഷ്വൽ ഹാലുസിനേഷൻ, ഓഡിറ്ററി ഹാലുസിനേഷൻ ആണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹാലുസിനേഷൻ എന്ന് വെച്ചാൽ ഓഡിറ്ററി ആണ്. ഡെലൂഷൻ എന്ന് വെച്ചാൽ പാരനോയിഡ് ഡെലൂഷൻ ആണ് കൂടുതൽ കണ്ടുവരാറുള്ളത്. അതായത് എക്സ്ട്രീം സസ്പീഷ്യസ്നെസ് ആണ്, മറ്റുള്ളവരെ വളരെയധികം സംശയത്തോടെ മാത്രമേ കാണുകയുള്ളൂ. അതിലേക്ക് ഞാൻ വരാം. യൂഗൻ ബ്ലൂറർ 1908 ഈ വേർഡ് കണ്ടുപിടിച്ചത്. സ്കിസോഫ്രീനിയ എന്നുള്ളത് സ്പ്ലിറ്റ് മൈൻഡ് ആണ്. ഇത് സൈക്യാട്രിയിൽ തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു രോഗമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അദ്ദേഹം 4A കണ്ടുപിടിച്ചു. അതിനകത്ത് ഫസ്റ്റ് വൺ അസോസിയേറ്റീവ് ഡിസ്റ്റർബൻസ് ആണ്. അതായത് ഒരു കണക്ഷൻ ഇല്ല, ഐഡിയ തമ്മിലൊരു കണക്ഷൻ ഇല്ല, തോട്ട്സുകൾ തമ്മിലൊരു കണക്ഷൻ ഇല്ല, സംസാര രീതി തമ്മിലൊരു കണക്ഷൻ ഇല്ല, അസോസിയേഷൻ ഉണ്ടാവില്ല. അസോസിയേറ്റീവ് ഡിസ്റ്റർബൻസ് ആണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഓട്ടിസം ആണ്. വിഡ്രോവൽ ഫ്രം അതേഴ്സ്, എക്സ്ട്രീം വിഡ്രോവൽ ആണ്, മാറി നിൽക്കുകയാണ്, ഒരാളുടെ അടുത്തേക്ക് പോലും വരുന്നില്ല, ഒറ്റപ്പെട്ടൊരു മുറിയിൽ ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു അക്യൂട്ട് ഡിപ്രഷനൊക്കെ കാണുന്ന രീതിയിലുള്ള അത്രയും ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഓട്ടിസം. അഫക്റ്റീവ് ഫ്ലാറ്റനിങ്, ഒരു മൂഡ് പ്രോപ്പർ അല്ല, മൂഡില്ലാത്തൊരവസ്ഥ, ഒന്നും ചിരിക്കാനോ ചിന്തിക്കാനോ, ഒരു മാസ്ക് വെച്ച ഒരു ഫേസ് പോലെയാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചിരിയുള്ള ഒരു കാര്യം ഒരാൾ പറഞ്ഞ്, ഒരു തമാശയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും മുഖത്തൊരു ഭാവമില്ല. അതുപോലെ ഒരു ഒരു കരച്ചിൽ വരുന്ന, ഒരു സങ്കടം വരുന്ന ഒരു കാര്യം പറഞ്ഞാലും മുഖത്തൊരു ഭാവമില്ല, ഒരു മാസ്ക് ലൈക്ക് ഫേസ് ആണ്, ബ്ലണ്ടഡ് അഫക്റ്റ് എന്നാണ് പറയുക. അതുപോലെ തന്നെ മറ്റൊരു അനഡോണിയ, നമുക്ക് നേരത്തെ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ. ഇന്നബിലിറ്റി ടു സീക്ക് പ്ലഷർ ഇൻ പ്രീവിയസ് പ്ലഷറബിൾ ആക്ടിവിറ്റീസ്. പിന്നെ മിസ്ട്രസ്റ്റ്, ഞാൻ പറഞ്ഞു മിസ്ട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ ആംബിവാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റീവ് ഫീലിംഗ് ടുവാർഡ്സ് എ പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ. അതായത് ഒരാളോട് തന്നെ ഒരു സമയത്ത് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഈ അന്യൻ എന്ന് പറഞ്ഞ സിനിമയെ കണ്ടില്ലേ, അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിനോട്, ഒരു വസ്തുവിനോട് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുകയാണ്. ആ ഒരു രീതിയിലുള്ള 4A, ഒരു 5A എന്നൊക്കെ പറയാം. അസോസിയേറ്റീവ് ഫ്ലാറ്റനിങ്, അസോസിയേറ്റീവ് ഡിസ്റ്റർബൻസ്, അഫക്റ്റീവ് ഫ്ലാറ്റനിങ്, ഓട്ടിസം, അനഡോണിയ, ആംബിവാലൻസ്. ഇതൊക്കെയാണ് 5A, യൂഗൻ ബ്ലൂറർ 5A എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഇത് എക്സ്ട്രീം സസ്പീഷ്യസ്നെസ് ആണ്, ഡെലൂഷൻസ് ഉണ്ടാകാം, ഹാലുസിനേഷൻ ഉണ്ടാകാം. ഇതൊക്കെ സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ആണ്. ഇറിറ്റബിൾ ആയിരിക്കാം, ചില പേഷ്യൻസിന് ദേഷ്യം വരാം. ഇനി ടൈപ്പ് ഓഫ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കിസോഫ്രീനിയ, മോസ്റ്റ് ക്യൂറബിൾ അല്ലെങ്കിൽ പ്രോഗ്നോസിസ് ഏറ്റവും കൂടുതലുള്ളത് പാരനോയിഡ് സ്കിസോഫ്രീനിയാണ്. മോസ്റ്റ് കോമൺ. അടുത്താണ് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. മോട്ടോർ ഡിസ്റ്റർബൻസ് ആണ്, സൈക്കോ മോട്ടോർ ഡിസ്റ്റർബൻസ് ആണ്. വാക്സി ഫ്ലെക്സിബിലിറ്റി, ഒരേ പൊസിഷനിൽ കുറേ നേരം ഇങ്ങനെ മെഴുകു പോലെ ഇരിക്കാം, വാക്സി ഫ്ലെക്സിബിലിറ്റി. സ്റ്റൂപ്പർ ഉണ്ടാകാം, അനങ്ങാതിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ കാറ്ററ്റോണിക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകാം.
കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. പാരനോയിഡ് പറഞ്ഞു, കാറ്ററ്റോണിക് പറഞ്ഞു. അടുത്തതാണ് ഹെബിഫ്രീനിക് അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ. ഡിസോർഗനൈസ്ഡ് മൈൻഡ് ആയിരിക്കാം, എക്സ്ട്രീം സോഷ്യൽ വിഡ്രോവൽ ആയിരിക്കാം, പുറത്തേക്ക് നോക്ക് പോലുമില്ല. അത്തരത്തിലുള്ളൊരു അൺഡിഫറൻഷിയേറ്റഡ് അല്ലെങ്കിൽ ഹെബിഫ്രീനിക് സ്കിസോഫ്രീനിയ. മറ്റൊന്നാണ് റെസിജ്വൽ സ്കിസോഫ്രീനിയ. അതായത് നേരത്തെ സ്കിസോഫ്രീനിയക്ക് ചെറുപ്പത്തിലേ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാകാം, പിന്നെ അത് കുറച്ച് വിട്ടുപോയി, പിന്നെ ഭാവിയിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ഒരു നമുക്ക് ഈ പേഷ്യൻസിന് പ്രത്യേകിച്ച് ഒട്ടും വൃത്തി ഉണ്ടാവില്ല, അൺഹൈജീനിക് ആയിരിക്കും. പൊതുവെ ഒട്ടും വൃത്തിയില്ലാത്ത സാഹചര്യം. ആ രീതിയിലായിരിക്കും. നഖം വെട്ടില്ല, കുളിക്കില്ല, പല്ല് തേക്കില്ല, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുക, ബാത്റൂമിൽ പോലും പോകില്ല. അങ്ങനെയുള്ള ധാരാളം പേഷ്യൻസ് നമ്മുടെ കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റൽസിലുണ്ട്. ഒരുപാട് പേഷ്യൻസ്, ഞാൻ പഠിച്ച സമയത്തൊക്കെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സ്കിസോഫ്രീനിയ, ഹെബിഫ്രീനിക് സ്കിസോഫ്രീനിയ 25 വയസ്സിന് മുന്നെയാണ് ഇത് കണ്ടെത്തുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു പാരനോയിഡ്, കാറ്ററ്റോണിക്, ഹെബിഫ്രീനിക്, റെസിജ്വൽ, അൺഡിഫറൻഷിയേറ്റഡ്, ഇതൊക്കെയാണ് ഇത്രയും ആയിട്ടുള്ള സ്കിസോഫ്രീനിയ. സിമ്പിൾ എന്ന് പറഞ്ഞ സ്കിസോഫ്രീനിയ ഉണ്ട്. മോസ്റ്റ് ഡേഞ്ചറസ് ടൈപ്പ് ഓഫ് സ്കിസോഫ്രീനിയ സിമ്പിൾ സ്കിസോഫ്രീനിയാണ്, പേര് പോലെയല്ല. അൺഡിഫറൻഷിയേറ്റഡ് സ്കിസോഫ്രീനിയ ഉണ്ട്. അതായത് ഈ ഒരു കാര്യത്തിലും പെടാത്ത, പാരനോയിഡ് ആണെങ്കിൽ പാരനോയിഡ് അല്ല, സ്കിസോഫ്രീനിക് അല്ല, കാറ്ററ്റോണിക് അല്ല, ഇതിലൊന്നും പെടാത്തതാണ് അൺഡിഫറൻഷിയേറ്റഡ് ടൈപ്പ്. ഇപ്പോൾ മെയിനായിട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, ഒബ്സർവ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട്. ഫാമിലി ഹിസ്റ്ററി എടുക്കാം. പ്രീവിയസ് ജനറേഷനിൽ ഈ അസുഖമുള്ളവർക്ക് പിന്നീട് വരാൻ ചാൻസ് ഉണ്ട്. മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, കംപ്ലീറ്റ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നോക്കാം. ഹിസ്റ്ററി, പ്രോപ്പർ ഹിസ്റ്ററി എടുക്കാം. ബൈസ്റ്റാൻഡറോട് ചോദിക്കാം ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്. ചില പേഷ്യൻസ് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവരുണ്ടാവും, അവരോട് ചോദിക്കാം. പ്രോപ്പർ ഹിസ്റ്ററി, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, MSE എന്ന് പറയും. എന്നിട്ട് അതാണ് ഇതിൻ്റെ ഒരു ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ ട്രീറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും ആന്റിസൈക്കോട്ടിക്സ് തന്നെയാണ്. ഫസ്റ്റ് ആന്റിസൈക്കോട്ടിക് ഏതെന്ന് വെച്ചാൽ ക്ലോർപ്രമാസിനാണ്. ക്ലോർപ്രമാസിൻ 1954 കണ്ടുപിടിച്ച ക്ലോർപ്രമാസിനാണ് ഫസ്റ്റ് ആന്റിസൈക്കോട്ടിക്. പിന്നെ ഹാലോപെരിഡോളൊക്കെ വന്നു. ഹാലോപെരിഡോളൊക്കെ ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് ആണ്. ഇപ്പോൾ വന്ന് നമുക്ക് അറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് ഒരുപാട് വന്നിട്ടുണ്ട്. അറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ക്യൂട്ടിയാപ്പിൻ പോലുള്ള മെഡിസിൻസിന് സൈഡ് ഇഫക്ട്സ് കുറവാണ്, കുറച്ചും കൂടെ മികച്ച റെസ്പോൺസ് തരുന്ന മെഡിസിൻസ് ആണ്. പിന്നെ ഇതിന് ഈ ആന്റിസൈക്കോട്ടിക്സ് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ECT ആണ്, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയാണ് കൊടുക്കേണ്ടത്. 1938 ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി കണ്ടുപിടിച്ചത്. സെർലറ്റി ആൻഡ് ബിനിയാണ് ECT കണ്ടുപിടിച്ചത്. അപ്പോൾ ECT ആൻഡ് ആന്റിസൈക്കോട്ടിക്സ് ആണ്. പിന്നെ പേഷ്യൻസിന് എപ്പോഴും നമ്മൾ മുമ്പിൽ നിന്നാണ്, പേഷ്യന്റ് പുറകിൽ നിന്ന് പോയിട്ട് ഒരിക്കലും അപ്രോച്ച് ചെയ്യരുത്, കാരണം പേഷ്യന്റ് പേടിക്കും. ഫ്രണ്ടിൽ നിന്ന് അപ്രോച്ച് ചെയ്യുക. ഫേസ് ടു ഫേസ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സ്കിസോഫ്രീനിയയുടെ പേഷ്യൻസിനെ പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.